നമസ്കാരം, ഞാൻ രഞ്ജിത് രാജൻ, പ്രോലൈഫിന്റെ CMD ആണ്. നമ്മുടെ പ്രോലൈഫിന്റെ പ്ലാൻ ഇന്നും പലർക്കും കൃത്യമായിട്ട് അറിയില്ല. പ്രോലൈഫ് എന്ന ബ്രാൻഡിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വരുമാനം നേടാം, അതിന്റെ സാധ്യതയെ കുറിച്ച് പ്രിസൈസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ പ്രോലൈഫിൽ എൻറോൾ ചെയ്യാനും അതിനുശേഷം ഫാസ്റ്റ് ആയിട്ട് 4 വരുമാനങ്ങൾ പെർ ഡേ ഉണ്ട്. ഇത് എന്തൊക്കെയാണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം 7200 സെയിൽസ് വോളിയം എന്ന് വെച്ചാൽ ഒരു 11,000 മുതൽ 14,000 രൂപ വരെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7200 സെയിൽസ് വോളിയം ക്രിയേറ്റ് ആവുകയും നിങ്ങൾ പ്രോലൈഫിന്റെ എല്ലാ വരുമാനങ്ങളും നേടാൻ അർഹനാവുകയും അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഈ കമ്പനിയുടെ മൈക്രോ ഫ്രാഞ്ചൈസിയായി മാറി നിങ്ങൾക്ക് റീറ്റെയിലിംഗിലൂടെയും അതല്ലാതെ ഈ പറയുന്ന ഫ്രാഞ്ചൈസി റെക്കമെൻഡേഷനിലൂടെയൊക്കെ ഒരു വരുമാനം നേടാവുന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണ്. അപ്പോ 7200 സെയിൽസ് വോളിയം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയുടെ ഒരു മൈക്രോ ഫ്രാഞ്ചൈസി ആയിട്ട് മാറുന്നു. ഇത് പിന്നീട് റിന്യൂവലോ ഇതിന് മന്ത്ലി കമ്പൽസറി പർച്ചേസോ അങ്ങനെ ഒരു തരത്തിലുള്ള നിബന്ധനയും പ്രോലൈഫിലില്ല. ഇത്തരത്തില് നിങ്ങൾ ഒരു മൈക്രോ ഫ്രാഞ്ചൈസി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൺ സ്പോട്ട് 50% അടുത്ത് MRP നിന്നും ഡിസ്കൗണ്ട് ഓൾറെഡി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസിന് കിട്ടുന്നുണ്ട്. ഇതിനു പുറമെ നിങ്ങൾക്ക് 70 മുതൽ 100% വരെ പല പ്രൊഡക്റ്റുകളുടെ മുകളിലും റീറ്റെയിൽ മാർജിൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് ഇന്ന് നമ്മുടെ നിലവിലുള്ള പല ഇൻഡസ്ട്രിയേക്കാൾ MLM-ല് പ്രോലൈഫിന്റെ ഇത് രണ്ടും കൂടുതലാണ്. ഇത് നേടാനായിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി അതിലൂടെയാണ് ഈ നേട്ടം എന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല. അപ്പോ വിത്തൗട്ട് എനി കണ്ടീഷൻ ആണ് ഈ 2 ബെനിഫിറ്റും നമ്മുടെ ഓരോ മൈക്രോ ഫ്രാഞ്ചൈസിയും എൻജോയ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ടീം ഡെവലപ്മെന്റ് ആണ്. എല്ലാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും നമ്മൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വോളിയം കൂടുതൽ വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു പുതിയ ഫ്രാഞ്ചൈസി 7200 സെയിൽസ് വോളിയത്തിന്റെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ബില്ല് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് 8 മണിക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ വോളിയത്തിന്റെ 30% റഫറൻസ് ബെനിഫിറ്റ് ആയിട്ട് പ്രോലൈഫ് എന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യും. അക്കത്തിൽ പറഞ്ഞാൽ 2160 രൂപ. ഒരു ഫ്രാഞ്ചൈസി റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സെയിൽസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ 2160 രൂപ നെക്സ്റ്റ് ലഭിക്കുന്നു. ഇതുപോലെ മറ്റൊരു ഫ്രാഞ്ചൈസി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ സെയിം ഇതേ 2160 രൂപ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു. ഇങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രാഞ്ചൈസികളെ ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് അവർ പ്രോലൈഫ് ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അവർ സെലക്ട് ചെയ്യും. അങ്ങനെ ബിസിനസ് വോളിയം ക്രിയേറ്റ് ആവും. അതിന് 30% നിങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെടും, കണക്ട് ചെയ്യപ്പെടും. 7200 സെയിൽസ് വോളിയത്തില് മൈക്രോ ഫ്രാഞ്ചൈസിയെ വന്ന് നമ്മൾ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ ആളുകളിലേക്ക് പ്രോലൈഫിന്റെ അവസരം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് 16,000 സെയിൽസ് വോളിയം എത്ര നമ്പർ ഓഫ് ഫ്രാഞ്ചൈസീസ് ആയാലും ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് വരെ 30% റഫറൻസ് ബെനിഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ 16,000 SV കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ 30% മാറി നമുക്ക് 40% ബെനിഫിറ്റ് ആവുകയും ഈ ഒരു സമയത്ത് നമ്മളെ കമ്പനി അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. 40% എന്ന് പറയുമ്പോൾ 7200 ആണ് നമ്മൾ ആ സമയത്ത് ഒരു പുതിയ ഫ്രാഞ്ചൈസിയിലൂടെ ബില്ല് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന്റെ 40% 2880 ആണ്. 30% നിൽക്കുമ്പോൾ അത് 2160 ആയിരുന്നു. ഇത്രയും മാറ്റം ജസ്റ്റ് 16,000 സെയിൽസ് വോളിയം ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ത്രൂ ഈ കമ്പനിയിലേക്ക് ഫ്രാഞ്ചൈസികളിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ വരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തില് ഇതിന്റെ അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സീനിയർ അഫിലിയേറ്റ് എന്ന പൊസിഷനാണ്. ഇതിനു വേണ്ടി നമ്മൾ 14,000 സെയിൽസ് വോളിയം ഇതുപോലെ പേഴ്സണലായി ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ ടോട്ടൽ ടീമിൽ നിന്നും ഏതെങ്കിലും 2 ഫ്രാഞ്ചൈസികളെ
കമ്പനിയുടെ അഫിലിയേറ്റ് എന്ന് പറയുന്ന നമ്മൾ മുന്നേ നിന്നിരുന്ന റാങ്കിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുകയും വേണം. രണ്ട് കണ്ടീഷൻസ് ആണ്. 14,000 നമ്മളുടെ പേഴ്സണൽ റെഫറൻസിലൂടെ കടന്നു വരണം. ഒപ്പം തന്നെ നമ്മൾ ടോട്ടൽ ടീമിൽ നിന്ന് എവിടെയെങ്കിലും 2 മൈക്രോ ഫ്രാഞ്ചൈസികളെ നമ്മൾ അപ്ലിറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പെർസെന്റേജ് 45 ഉയരുന്നു. പിന്നീട് അങ്ങോട്ട് അടുത്ത റാങ്ക് എന്ന് പറയുന്നത് മില്ലിനിയർ അഫിലിയേറ്റ് ആണ്. ഇവിടെ നമ്മൾ 12,000 സെയിൽസ് വോളിയം പേഴ്സണലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ 2 മൈക്രോ ഫ്രാഞ്ചൈസികളെ സീനിയർ അഫിലിയേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ 50% റഫറൻസ് ബെനിഫിറ്റിലേക്ക് നമ്മൾ അപ്ലിഫ്റ്റ് ആവുന്നു. അടുത്തത് ബില്ലിനിയർ അഫിലിയേറ്റ് ആണ്. ഈ ഒരു ടൈമിൽ നമ്മൾ 10,000 സെയിൽസ് വോളിയം ക്രിയേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ 2 വ്യക്തികളെ മില്ലിനിയർ അഫിലിയേറ്റ് ആയിട്ട് അപ്ലിഫ്റ്റ് ചെയ്യണം. നമ്മുടെ പെർസെന്റേജ് 55%ലേക്ക് കുതിച്ചു കയറുന്നു. ഇതിന്റെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രില്യണിയർ അഫിലിയേറ്റ് ആവുക എന്നുള്ളതാണ്. ഈ ടൈമിൽ നമ്മൾ ഒരു 9,000 സെയിൽസ് വോളിയം പേഴ്സണലായിട്ട് റഫർ ചെയ്യുകയും ഒപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള 2 വ്യക്തികളെ നമ്മൾ ബില്ലിനിയർ അഫിലിയേറ്റ് ആയിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പെർസെന്റേജ് ഓഫ് ബെനിഫിറ്റ് 60% എത്തി നിൽക്കുന്നു. ഈ ഒരു ടൈമിലാണ് നമ്മളൊരു പുതിയ ഫ്രാഞ്ചൈസി റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 7,200ന്റെ 60% എന്ന് പറയുമ്പോൾ 4,320 രൂപ നമുക്ക് റഫറൻസ് ബെനിഫിറ്റ് മാത്രമായിട്ട് ലഭിക്കുന്നു. അപ്പോ നമ്മളൊരു അസോസിയേറ്റ് ആയിട്ട് ഈ കമ്പനിയിൽ തുടങ്ങി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് അഫിലിയേറ്റ് ആകുന്നു, സീനിയർ ആകുന്നു, മില്ലിനിയർ ആകുന്നു, ബില്ലിനിയർ ആകുന്നു, ട്രില്യർ ആകുന്നു. നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റ് 30ൽ നിന്നും 40 ആകുന്നു, 45 ആകുന്നു, 50 ആകുന്നു, 55 ആകുന്നു, 60 ആകുന്നു. അപ്പോ നമ്മളുടെ റെഫറൻസിലൂടെ നമ്മളുടെ റാങ്ക് ഉയരുകയും ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ റെഫറൻസിന്റെ ബെനിഫിറ്റ് ഓരോ റാങ്കിനനുസരിച്ച് കൂടുകയും ചെയ്യുന്ന ഒരു ഹൈ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് പ്രോലൈഫ് ഇവിടെ ഈ ഒരു വരുമാനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. പ്രോലൈഫിലെ അടുത്ത വരുമാനം എന്ന് പറയുന്നത് ടീം വരുമാനമാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രാഞ്ചൈസികൾ അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവർ പുതിയ ആളുകളിലേക്ക് ഈ അവസരം എത്തിക്കും. അങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ആവുന്നത്. അത്തരത്തില് നമ്മുടെ നെറ്റ്വർക്കില് ഓരോ പുതിയ ഫ്രാഞ്ചൈസികൾ പ്ലഗ് ഇൻ ചെയ്യപ്പെടുമ്പോഴും അവർ ക്രിയേറ്റ് ചെയ്യുന്ന സെയിൽസ് വോളിയത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നമുക്ക് ടീമിൽ നിന്നും ഡിഫറൻസ് വരുമാനമായിട്ട് പല കമ്പനികളും ഇതിനെ ഗ്യാപ്പ് ഇൻകം എന്നാണ് പറയാ. ഇത് നമ്മുടെ റാങ്കുമായി ബന്ധപ്പെടുത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അസോസിയേറ്റ് 30, അഫിലിയേറ്റ് 40, സീനിയർ 45, മില്ലിയർ 50, ബില്ലിയർ 55, ട്രില്യണിയർ 60. ഇപ്പോ അസ്യൂം ചെയ്യുക നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഈ കമ്പനിയുടെ ഒരു മില്ലിയനിയർ എന്ന് പറയുന്ന റാങ്കിൽ എത്തി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 50%. ഇവിടെ നിങ്ങളുടെ ഒരു ക്ലയന്റ്, നിങ്ങൾ കണക്ട് ചെയ്ത ഒരു ക്ലയന്റ്, അദ്ദേഹം ഈ കമ്പനിയുടെ അസോസിയേറ്റ് എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പെർസെന്റേജ് ഓഫ് ബെനിഫിറ്റ് 30 ആണ്. നിങ്ങൾ കണക്ട് ചെയ്ത മറ്റൊരു ക്ലയന്റ്, അദ്ദേഹം ഈ കമ്പനിയുടെ അഫിലിയേറ്റ് എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നു. നമ്മുടെ കണക്ക് പ്രകാരം അഫിലിയേറ്റ് 40% നിൽക്കുന്നു. നിങ്ങൾ കണക്ട് ചെയ്യുന്ന അടുത്തൊരു ക്ലയന്റ് ഈ കമ്പനിയുടെ സീനിയർ അഫിലിയേറ്റ് ആണ്. നമ്മുടെ കണക്ക് പ്രകാരം 45 നിൽക്കുന്നു. ഇനി ഈ പറയുന്ന ഓരോ ക്ലയന്റുകളും പുതിയതായിട്ട് ഒരു പുതിയ ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഓരോ ആളുകളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവരിലേക്ക് ഇവരുടെ നിശ്ചിത ശതമാനം ബെനിഫിറ്റ് ആയിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പറയുന്ന ഒന്നാമത്തെ ആൾക്ക് 30%, രണ്ടാമത്തെ ആൾക്ക് 40%, മൂന്നാമത്തെ ആൾക്ക് 40% കിട്ടുമ്പോൾ കമ്പനി 60 കൊടുക്കാൻ മാറ്റിവെച്ചതിൽ 50% നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് കൊടുത്തതിന്റെ ബാലൻസ്, അപ്പൊ ഒന്നാമത്തെ ഈ ഒരു വ്യക്തിയുടെ റഫറൻസിൽ 30 പോയി, ബാലൻസ് 50ൽ വരുന്നത് 20%. അപ്പോ 7,200 സെയിൽസ് വോളിയം, അതിന്റെ 20% എന്ന് പറയുന്നത് 1,440 രൂപയാണ്. അഫിലിയേറ്റിന് 40% 7,200 പോകുമ്പോൾ ബാലൻസ് അതിൽ വരുന്നത് 10% എന്ന് വെച്ചാൽ 7,200ന്റെ 10% എന്ന് വെച്ചാൽ 720 രൂപയാണ്. ഇത്തരത്തില് സീനിയർ അഫിലിയേറ്റിന് 45 കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് അതിൽ 5% എന്ന് വെച്ചാൽ ഈ പറയുന്ന 720ന്റെ
നേർപകുതി 360 രൂപ. ഇങ്ങനെ നമ്മുടെ ഈ ഒരു ടീം ഡിഫറൻസ് വരുമാനം നിങ്ങൾക്ക് അൺലിമിറ്റഡ് വിഡ്ത്തിൽ നിന്നും അൺലിമിറ്റഡ് ഡെപ്തിൽ നിന്നും ഈ കമ്പനിയിലെ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ടീമിലുള്ള ആളുകളുടെ റാങ്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിലൂടെ അൺലിമിറ്റഡ് വരുമാനമായിട്ട് സീലിംഗോ ക്യാപ്പിങ്ങോ ഇല്ലാതെ എല്ലാ ദിവസവും മോർണിംഗ് 8 മണിക്ക് ഈ ഒരു ടീം ഡിഫറൻസ് ഇൻകം വരുമ്പോൾ അതിന്റെ ഡെപ്തും അതിന്റെ വോള്യൂം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. സോ ഈ ഇൻകം എന്ന് പറയുന്നത് പ്രോലൈഫിന്റെ വൺ ഓഫ് ദ ഹ്യൂജ് ഇൻകം ആയി തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണപ്പെടുന്നു. അടുത്ത പ്രോലൈഫിന്റെ വരുമാനം എന്ന് പറയുന്നത് മെന്റർഷിപ്പ് ഇൻകം ആണ്. നിങ്ങൾ അവസരം കൊടുത്ത ആളുകൾ ഈ പ്രസ്ഥാനത്തിലൂടെ വരുമാനം നേടുമ്പോൾ അവർ നേടുന്ന വരുമാനത്തിന്റെ ഒരു ചെറിയ വിഹിതം നിങ്ങളിലേക്ക് മെന്റർഷിപ്പ് ആയിട്ട് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ഐ ഫീൽ വൺ ഓഫ് ദ മോസ്റ്റ് ഹെവി ആൻഡ് അട്രാക്റ്റീവ് വരുമാനം കൂടിയാണ്. കാരണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഉള്ളുകൊണ്ട് തോന്നാവുന്ന ഒരു വരുമാനമാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. മെന്റർഷിപ്പ് നിങ്ങൾ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് വന്നു, നിങ്ങൾ കൊണ്ടുവരുന്ന ഡയറക്റ്റ് ആളുകൾ നിങ്ങളുടെ ഫസ്റ്റ് ലെവലായിട്ട് കമ്പനി കൺസിഡർ ചെയ്യും. അവർ കൊണ്ടുവരുന്ന ആളുകൾ കമ്പനി നിങ്ങളുടെ സെക്കൻഡ് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. അവർ കൊണ്ടുവരുന്ന ആളുകൾ കമ്പനി നിങ്ങളുടെ തേർഡ് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. അവർ കൊണ്ടുവരുന്ന ആളുകൾ കമ്പനി നിങ്ങളുടെ ഫോർത്ത് ലെവലായിട്ട് കൺസിഡർ ചെയ്യും. അവർ കൊണ്ടുവരുന്ന ആളുകൾ ഫിഫ്ത്ത് ലെവലായും അടുത്ത തലമുറ സിക്സ്ത് ലെവലായിട്ടുമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ 6 ലെവൽ മെന്റർഷിപ്പ് ആണ് പ്രോലൈഫ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്ലാനിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതിൽ ആദ്യത്തെ ലെവലിൽ നിങ്ങൾ നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈക്രോ ഫ്രാഞ്ചൈസികൾ വാങ്ങുന്ന വരുമാനത്തിന്റെ 15% മെന്റർഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഇത് വാങ്ങാൻ കണ്ടീഷൻസ് ഇല്ല. രണ്ടാമത്തെ ലെവൽ, അതായത് നിങ്ങൾ കൊണ്ടുവന്ന ഫ്രാഞ്ചൈസികളുടെ റഫറൻസുകൾ, അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 10% നമ്മളിലേക്ക് വരുമാനമായിട്ട് വരുന്നു. തേർഡ് ലെവൽ ആളുകളുടെ 5% വരുമാനമായിട്ട് വരുന്നു. ഫോർത്ത് ലെവലിൽ നിന്നും 5% വരുമാനമായിട്ട് നൽകുന്നു. ഫിഫ്ത് ലെവലിൽ നിന്നും 3% വരുമാനമായിട്ട് നൽകുന്നു. സിക്സ്ത് ലെവലിൽ നിന്നും 2% വരുമാനമായിട്ട് നൽകുന്നു. ഇവിടെ ആദ്യത്തെ 2 ലെവൽ നമുക്ക് കണ്ടീഷൻ ഇല്ലാതെ വരുമ്പോൾ അടുത്ത 2 ലെവൽ ഓപ്പൺ ആവാൻ നിങ്ങൾ കമ്പനിയുടെ അഫിലിയേറ്റ് എന്ന് പറയുന്ന പൊസിഷനിൽ വരണം. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ 16,000 സെയിൽസ് വോളിയം. അടുത്ത 2 ലെവൽ ഓപ്പൺ ആവാൻ നിങ്ങൾ കമ്പനിയുടെ സീനിയർ അഫിലിയേറ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരണം. എന്നാൽ കൂടിയും 6 ലെവൽ മെന്റർഷിപ്പ്, ഇതിന്റെ ഒരു 100% ഡ്യൂപ്ലിക്കേഷൻ പ്ലാൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 9ന്റെ ഗുണിതങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ ലെവലിൽ 9 പേരാണെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ 9 × 9, മൂന്നാമത്തെ ലെവലിൽ 9 × 9 × 9, നാലാമത്തെ ലെവലിൽ 9 × 9 × 9 × 9, അഞ്ചാമത്തെ 6ാമത്തെ ഇതുപോലെ കൗണ്ട് ചെയ്യുക. ടോട്ടൽ നിങ്ങളുടെ ഓരോ ലെവൽ എടുത്തു നോക്കിയാൽ ടോട്ടൽ ഏകദേശം 5,70,000 മുകളിൽ ആളുകളാണ് 6 ലെവൽ കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിനെ നമ്മൾ ജസ്റ്റ് 1% മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ട് കണക്കൂട്ടിയാൽ പോലും ആ 1% നിന്നും 1 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടിയാൽ പോലും നിങ്ങളുടെ പെർ ഡേ ഇൻകം മെന്റർഷിപ്പിൽ ഏകദേശം 6,000 രൂപ വരും. എന്ന് വെച്ചാൽ മന്ത്ലി 2 ലക്ഷത്തിനടുത്ത് നിങ്ങൾക്ക് 1% ഡ്യൂപ്ലിക്കേഷൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രോ ലൈഫിലെ മെന്റർഷിപ്പ് ഇൻകം എന്ന് പറയുന്നത് 2 ലക്ഷം മിനിമം ആണ് കേട്ടോ. ഇതിന്റെ ചില സ്ലൈഡുകൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് ഫിഗർ കിട്ടാൻ വേണ്ടി കാണിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രോ ലൈഫിന്റെ വരുമാനം എന്ന് പറയുന്നത് ടീമുകളുടെ സൗഹാർദ്ദം എന്നും നിലനിൽക്കാനുള്ള ഒരു വരുമാനമാണ്. അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈക്വൽ റാങ്ക് ഇൻകം എന്ന് പറയും. ഈക്വൽ റാങ്ക് ഇൻകം. ഇതിനെ ഡയഗ്രാം വൈസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കമ്പനിയുടെ ഈ റാങ്ക് എലിജിബിൾ ആവാൻ മിനിമം അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തണം. അങ്ങനെ നിങ്ങൾ അഫിലിയേറ്റ് ആയി മാറിയാലാണ് ഈക്വൽ റാങ്കിന് എലിജിബിൾ ആവുന്നത്. നിങ്ങളുടെ ടീമിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കൊണ്ടുവന്നവരുണ്ടാകാം. അവരുടെ ത്രൂ വേറെയും ആളുകൾ ഇതേപോലെ മുന്നോട്ട് പോയിട്ടുണ്ടാകാം. ഈ വരുന്ന നെറ്റ്വർക്കില്, ടോട്ടൽ നെറ്റ്വർക്കില് നിങ്ങളുടെ അതേ റാങ്കിലേക്ക് ആരെങ്കിലും എത്തിയാൽ, അപ്പൊ ഇവിടെ ഡയറക്റ്റ് കൊണ്ടുവന്ന ആളുകൾ മാത്രമല്ല, നിങ്ങളുടെ നെറ്റ്വർക്കിൽ ആരെങ്കിലും നിങ്ങളുടെ അതേ റാങ്കിലേക്ക്, ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം
നിങ്ങളുടെ അതേ റാങ്കിലേക്ക്, അഫിലിയേറ്റ് എന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ടീം ഇൻകം അഥവാ ഡിഫറൻസ് ഇൻകം 0 ആയിട്ട് മാറും. അത്തരത്തിൽ 0 ആകുമ്പോൾ മറ്റൊരു വരുമാനം ഈക്വൽ റാങ്കിന്റെ പേരിൽ ഈ കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹം വാങ്ങുന്ന വരുമാനത്തിന്റെ 15% വിത്തൗട്ട് എനി കണ്ടീഷൻ പ്രോ ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഇദ്ദേഹമല്ല, ഈ ഒരു ടീമിൽ നിന്നും അടുത്തൊരു വ്യക്തി വന്നു, ഈ വ്യക്തിയാണ് അഫിലിയേറ്റ് ആവുന്നതെങ്കിൽ ഈ വ്യക്തിയുടെ ഈക്വൽ റാങ്ക് ഇൻകം താങ്കളിലേക്ക് നൽകപ്പെടും. അപ്പൊ അങ്ങനെ നമ്മുടെ ടോട്ടൽ ടീമിൽ നമ്മുടെ അതേ റാങ്കിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും ഈഗോ വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ സന്തോഷമേ ഉണ്ടാവൂ. കാരണം അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 15% നമുക്ക് വിത്തൗട്ട് എനി കണ്ടീഷൻ എലിജിബിൾ ആണ്. അത് നമ്മൾ ട്രില്യനിയർ എന്ന ടോപ്പ് റാങ്ക് എത്തിയാലും അവർ അവിടെ വന്ന് അവധിക്കും. അപ്പൊ ആ വ്യക്തികളുടെ ലൈഫ് ലോങ് 15% നമ്മളിലേക്ക് ഈക്വൽ റാങ്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിന് ഡയറക്റ്റ് സ്പോൺസറിങ് വേണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയ ആളുകൾ മാത്രമേ അങ്ങനെ കണക്ട് ആയാലാവൂ എന്ന് പ്രോ ലൈഫിന്റെ പ്ലാനിൽ നിബന്ധനയില്ല. സോ ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻകം ടു ക്രിയേറ്റ് ഫ്രണ്ട്ഷിപ്പ് അമംഗ് ദ ടീം. ഗുഡ് മോർണിംഗ് ടീം. അടുത്ത ഇൻകം പ്രോ ലൈഫിന്റെ എലൈറ്റ് മെന്റർഷിപ്പ് ബോണസ്. ഇതൊരു റോയൽറ്റി ഇൻകം ആണ്. നിങ്ങൾ ഈ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ട്രില്യനിയർ എന്ന് പറയുന്ന റാങ്കിലെത്തുന്നു. നിങ്ങളുടെ ടോട്ടൽ ടീം സ്ട്രെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 113 പേര് നിങ്ങളുടെ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റാങ്കിലേക്ക് നമ്മുടെ കമ്പനിയിൽ എത്താൻ കഴിയും. അങ്ങനെ ഈ വന്ന ടോട്ടൽ ടീമിൽ നിന്നും ഒരാളെ നിങ്ങളെ പോലെ ഈ പറയുന്ന ട്രില്യനിയർ റാങ്കിൽ എത്തിക്കണം. അങ്ങനെ എത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ കമ്പനിയുടെ എലൈറ്റ് പാർട്ട്ണറായിട്ട് മാറുകയാണ്. അങ്ങനെ എലൈറ്റ് പാർട്ട്ണറായിട്ട് മാറി കഴിയുമ്പോൾ നിങ്ങൾക്ക് കമ്പനി ടേൺ ഓവറിന്റെ 7% ഈ ഒരു വരുമാനം കൊടുക്കാൻ വേണ്ടി കമ്പനി മാറ്റിവെക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ കമ്പനിയുടെ പുതിയ ഫ്രാഞ്ചൈസികൾ സെയിൽസ് വോളിയം എത്രയാണോ ക്രിയേറ്റ് ആവുന്നത് അതിന്റെ 7% മാറ്റിവെച്ചുകൊണ്ട് മാസം അവസാനമാകുമ്പോൾ എത്ര എലൈറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടോ അവർക്ക് എത്ര പോയിന്റ്സ് ഉണ്ടോ. അപ്പൊ എങ്ങനെയാ പോയിന്റിന്റെ കണക്ക് വരിക? നിങ്ങളുടെ ടോട്ടൽ ടീമിൽ ഓരോ ഡിഫറെന്റ് ലെഗിലും ഓരോ ട്രില്യനെയാണ് കൗണ്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എത്ര മൾട്ടിപ്പിൾ ലെഗിൽ ട്രില്യനേഴ്സ് ക്രിയേറ്റ് ആവുന്നുണ്ടോ അത്രയും പോയിന്റ്സ് കയറും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ട്രില്യനർ ക്രിയേറ്റ് ആയാൽ നിങ്ങൾക്ക് 2 പോയിന്റ് ആയി, ഈ ലെഗിൽ ഒരു ട്രില്യനർ ക്രിയേറ്റ് ആയാൽ നിങ്ങൾക്ക് 3 പോയിന്റ് ആയി. ഇങ്ങനെ എത്ര നമ്പർ ഓഫ് പോയിന്റ്സ് വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സിനെ കമ്പനി 7% ടേൺ ഓവർ കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്കൊരു വാല്യൂ ഈ പറയുന്ന എലൈറ്റ് പാർട്ട്ണർഷിപ്പിന്റെ കിട്ടും. ആ ഒരു വാല്യൂ ഇൻറ്റു നിങ്ങൾ ഏൺ ചെയ്ത പോയിന്റ്സ്, അതാണ് നിങ്ങളുടെ എലൈറ്റ് മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു തവണ നിങ്ങൾ എലൈറ്റ് പാർട്ട്ണർ ആയാൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോ ലൈഫിൽ പിന്നെ മറ്റ് കണ്ടീഷൻസ് ഇല്ല. സോ ഇറ്റ് ഈസ് എ ലൈഫ് ടൈം റോയൽറ്റി അച്ചീവ്. സോ ടീം, പ്രോ ലൈഫിന്റെ മൈക്രോ ഫ്രാഞ്ചൈസികൾ അലോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് 5 ഡെയിലി വരുമാനങ്ങളും 1 മന്ത്ലി റോയൽറ്റി വരുമാനം ലഭിച്ചു. ഇത്തരം ഫ്രാഞ്ചൈസികൾ ട്രെയിൻഡ് ആയിട്ട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റും പ്രൊജക്റ്റും മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ റീപർച്ചേസും റീറ്റെയിലിംഗും ഒരുപാട് നടക്കുന്നു. ഇത്തരത്തില് റീപർച്ചേസിലൂടെ പ്രോ ലൈഫില് അതിമനോഹരമായ ഒരു വരുമാനം കൂടിയുണ്ട്. അതിന്റെ ജീനിയോളജി എപ്രകാരമാണ് കണക്ട് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് ഡയഗ്രത്തിൽ നോക്കാം. നിങ്ങൾ പ്രോ ലൈഫ് എന്ന് പറയുന്ന ബ്രാൻഡിൽ 7200 SV ബില്ല് ചെയ്തുകൊണ്ട് ഒരു മൈക്രോ ഫ്രാഞ്ചൈസി വരുന്നു. നിങ്ങളുടെ ഒരുപാട് റഫറൻസുകൾ നേരിട്ട് ഈ ബ്രാൻഡിലേക്ക് കടന്നു വരുന്നു. ഈ പറയുന്ന റഫറൻസുകളുടെ ത്രൂ അടുത്ത ലെയർ ഓഫ് റഫറൻസുകളും ഇതുപോലെ തന്നെ കടന്നു വരുന്നു. ഇതൊരു നെറ്റ്വർക്കിന്റെ തുടർച്ചയാണ്. ഇത്തരത്തില് ഒരു ജീനിയോളജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ജീനിയോളജി നമ്മുടെ ബൈനറി എന്ന് പറയുന്ന സ്ട്രക്ചറിലേക്കാണ് റീപർച്ചേസിൽ കൺവേർട്ട് ആവുന്നത്. അതെങ്ങനെ? നിങ്ങൾ ജനറേഷൻ ട്രീയിൽ നിങ്ങളുടെ ഓരോ പുതിയ ആളുകളെ എൻറോൾ ചെയ്യുമ്പോഴും കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ ഇത് ഡയറക്ട്ലി സ്പോൺസേർഡ് ബൈ ഹൂം, പ്ലേസ്മെന്റ് ആരുടെ താഴെയാണ് വരുന്നത്, അത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന ചോദ്യം വരുന്നു. ഈ ചോദ്യം വരുമ്പോൾ ഈ കാണുന്ന ജീനിയോളജി പിന്നീട് അങ്ങോട്ട് 2 ലെഗിന്റെ ബൈനറി ആയിട്ട് കൺവേർട്ട് ആവുകയാണ്.
അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര പേരെ ഡയറക്റ്റ് കൊണ്ടുവന്നാലും അത് ബൈനറി സ്ട്രക്ചറിൽ മറ്റു ആളുകളുടെ താഴ്പോ ഒന്നാമത് ഇദ്ദേഹമാണ് വന്നതെങ്കിൽ, രണ്ടാമത് ഇദ്ദേഹമാണ് വന്നതെങ്കിൽ, മൂന്നാമത് വരുന്ന ഇദ്ദേഹം ബൈനറിയിൽ ഇദ്ദേഹത്തിന്റെയോ ടീമിലായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു ജനറേഷൻ ട്രീ കൺവേർട്ട് ചെയ്ത് ബൈനറി ആയിട്ട് മാറി അവിടെ നമുക്ക് മന്ത്ലി ഒരു പ്ലാൻ ആണ് പ്രോ ലൈഫ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ജനറേഷൻ ട്രീ ബൈനറി കൺവേർട്ട് ആകുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മൾ കൊണ്ടുവന്ന ആളുകളും അതിനുശേഷം വന്ന ആളുകളും നമ്മുടെ അപ്ലൈന്റെ ത്രൂ വന്ന ആളുകളും നമ്മുടെ ടീമിൽ വന്ന ആളുകളും ഒക്കെ അവരുടെ വന്നതിന്റെ പ്ലേസ്മെന്റ് പ്രകാരം നമ്മുടെ ജീനിയോളജിയിൽ പലയിടത്തായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം കേട്ടോ, നമ്മുടെ അപ്ലൈനായാലും നമ്മുടെ ഡൗൺലൈനായാലും ഏത് ഐ ഡി എവിടെ പ്ലേസ് ചെയ്യണം, അത് ഇന്നറിൽ പ്ലേസ് ചെയ്യണോ, ഔട്ടറിൽ പ്ലേസ് ചെയ്യണോ, വീക്കറിൽ പ്ലേസ് ചെയ്യണോ, പവറിൽ പ്ലേസ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ചോയ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരു ജീനിയോളജി ഫോം ചെയ്യപ്പെടുന്നു ബൈനറിയില്. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന റീപർച്ചേസ്, അതിന് നിബന്ധനകളില്ല. ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് മിനിമം മേടിച്ചോളണം എന്നുള്ളത്. നമ്മുടെ കമ്പനിയിൽ റീപർച്ചേസ് ചെയ്യുമ്പോൾ MRP യിൽ നിന്നും ചുരുങ്ങിയത് 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. അതിന്റെ കണക്ക് പറഞ്ഞാൽ റീറ്റെയിലിംഗിൽ അത് 60 മുതൽ 100% വരെ മാർജിനാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ അഫോർഡബിലിറ്റി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, റിസൾട്ട് ഇത് നല്ല രീതിയിൽ പ്രോ ലൈഫിന് കൊടുക്കാൻ പറ്റിയാൽ 100% ഈ പറയുന്ന ഓരോ മൈക്രോ ഫ്രാഞ്ചൈസികളും റീപർച്ചേസ് ചെയ്യും. ഇത്തരത്തില് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വോള്യൂം മന്ത് ആകുമ്പോ ടോട്ടൽ ലെഫ്റ്റ് റൈറ്റ് കൗണ്ട് ചെയ്യപ്പെടും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ ഓരോ റീപർച്ചേസ് പ്ലാന്റെയും വരുമാനം ജനറേറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ പർച്ചേസിന്റെ മുകളിൽ വരുന്ന വരുമാനമാണ്. അതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പ്രോ ലൈഫില് നിങ്ങളുടെ സെൽഫ് പർച്ചേസ് ബോണസിന്റെ ആ ഒരു വരുമാനം തരുന്നതിന് വേണ്ടി കമ്പനി 6.5% RSV ടേൺ ഓവറിന്റെ മാറ്റിവെക്കുന്നത്. ടീമിന്റെ അല്ല, ടോട്ടൽ കമ്പനി ടേൺ ഓവറിന്റെയാണ്. ഇതിനെയാണ് നമ്മൾ സെൽഫ് പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. ഇതിനെ 3 സ്ലാബായി തരംതിരിച്ചിരിക്കുന്നു. നിങ്ങൾ പേഴ്സണലി ഒരു മാസം കൊണ്ട് 500 RSV, ഫലത്തിൽ 1000 മുതൽ 1300 വരെയാണ് വാല്യൂ ഓഫ് മണി വരിക. അതിന് നമ്മൾ 3.5% RSV മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ റീറ്റെയിലർ ബോണസിലേക്ക് അർഹനാവാൻ 2500 RSV ആണ് ബില്ല് ചെയ്യേണ്ടത്. അതിന് നമ്മൾ 2% മാറ്റിവെച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ റോയൽ റീറ്റെയിലർ ബോണസ് അർഹനാവാൻ 5000 RSV ആണ് നിങ്ങൾ ബില്ല് ചെയ്യേണ്ടത്. അതിന് നമ്മൾ 1% മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോ ഓട്ടോമാറ്റിക്കലി ഒരു 5000 RSV ബില്ല് ചെയ്യുന്ന ഒരു റോയൽ റീറ്റെയിലർ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് കൺസ്യൂമർ ബോണസിന്റെ 10 പോയിന്റും റീറ്റെയിലർ ബോണസിന്റെ 2 പോയിന്റും റോയൽ റീറ്റെയിലർ ബോണസിന്റെ 1 പോയിന്റ് ലഭിക്കുന്നതാണ്. ഇവിടെ ഇതിന്റെ ഏതിൽ നിങ്ങൾ വന്നാലും മന്തായി 30-ാം തീയതി കഴിയുമ്പോൾ അതിന്റെ വാല്യൂ, ഈ പറയുന്ന പെർസെന്റേജ് വാല്യൂവിനെ ടോട്ടൽ നമ്പർ ഓഫ് കമ്പനി പോയിന്റ്സിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂവിനെ വെച്ച് നിങ്ങൾക്ക് 30-ാം തീയതി കഴിയുമ്പോൾ കമ്പനിയുടെ സെൽഫ് പർച്ചേസ് ബോണസ് നിങ്ങൾക്ക് 2-ാം തീയതിക്കുള്ളിൽ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. അടുത്തത് ടോട്ടൽ 2 ജീനിയോളജി, 2 ടീം, അവിടെ ഉണ്ടാവുന്ന ബിസിനസ് വോളിയം, അതിനെ മന്ത് ആകുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന 3 വരുമാനങ്ങളാണ്. അതിൽ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് സ്റ്റാർട്ടർ ഇൻകം ആണ്. സ്റ്റാർട്ടർ വരുമാനത്തിന് നിങ്ങളുടെ ഒരു വാല്യൂ അസസ്മെന്റ് എന്ന് പറയുന്നത് 1000 RSV നിങ്ങളുടെ ലെഫ്റ്റ് ഗ്രൂപ്പിലും 1000 RSV നിങ്ങളുടെ റൈറ്റ് ഗ്രൂപ്പിലും വരുമ്പോൾ ഇതിനെ ഒരു സ്റ്റാർട്ടർ പോയിന്റ് ആയിട്ട് കമ്പനി കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിയർലി 30% RSVയുടെ കമ്പനി മാറ്റിവെക്കുന്നത്. ഇത്തരത്തില് ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ഈ പറയുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് വാല്യൂ കിട്ടും. ഇപ്പൊ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 150 റുപ്പീസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത്തരത്തില് മാക്സിമം 300 പോയിന്റ് ആണ് ഈ ഒരു സ്റ്റാർട്ടർ ഇൻകത്തിലൂടെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്നത്. തൊട്ടടുത്ത സ്ലാബ് വരുന്നതിന് 10000 RSV ആണ്. ഈ ഒരു 10000 RSV ബില്ല് ചെയ്യപ്പെടുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് എന്റർപ്രണർ ബോണസ് എന്നാണ്. ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിയർലി 20% RSV ആണ് മാറ്റിവെക്കുന്നത്. ഇങ്ങനെ 10000 RSVക്ക് 1 പോയിന്റ്, 20000 RSVക്ക് 2 പോയിന്റ്, അങ്ങനെയാണ് ഇതിന്റെ മൾട്ടിപ്പിൾ പോകുന്നത്.
ഇതിന്റെ വാല്യൂ ഓൺ ആൻ ആവറേജ് 1000 രൂപയാണ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുന്നത്. ഇതും നിങ്ങൾക്ക് ഒരു മാസം 300 പോയിന്റ് ആണ് മാക്സിമം ഏൺ ചെയ്യാൻ കഴിയുന്നത്. മൂന്നാമത്തെ നമ്മുടെ സ്ലാബ് എന്ന് പറയുന്നത് 50,000 RSP ലെഫ്റ്റും 50,000 RSP റൈറ്റും വരുമ്പോഴാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോർപ്പറേറ്റ് ബോണസ് എന്നാണ്. ഇത് കൊടുക്കാൻ വേണ്ടി കമ്പനി 15% ആണ് RSPയുടെ മാറ്റിവെക്കുന്നത്. ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2500 നമ്മൾ കണക്കൂട്ടുന്നത്. ഇതും 300 പോയിന്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഈ മാറ്റിവെക്കുന്ന പെർസെന്റേജ് അതിന്റെ പോയിന്റ്സുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണ് വരുന്നത് ആ വാല്യൂ ആണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇൻ ദ വേൾഡ് ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വരുന്ന ബിസിനസ് വോളിയം മാച്ചിങ് ഇല്ലാതെ നമുക്ക് പലപ്പോഴും ബാലൻസ് വരാറുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇവിടെ 1000 പകരം 1300, ഇവിടെ 1500 വന്നു. ഇവിടെ 10,000 പകരം 12,000, ഇവിടെ 13,000 വന്നു. ഇവിടെ 50,000 പകരം 60,000, ഇവിടെ 75,000 വന്നു. നോർമൽ പല കമ്പനികളിലും ടോട്ടൽ BV മാച്ച് ചെയ്തുകൊണ്ട് സ്ലാബിന്റെ BVയുടെ വരുമാനം കിട്ടി ബാലൻസ് എന്താണോ മാച്ച് ചെയ്യാൻ നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ ആവുമ്പോൾ നമുക്ക് 200, ഇവിടെ ആവുമ്പോൾ നമുക്ക് 1000, ഇവിടെ ആവുമ്പോൾ നമുക്കൊരു 15,000, ഇങ്ങനെയാണ് വരുന്നത് ആക്ച്വലി. പക്ഷെ നമ്മുടെ പ്രോ ലൈഫില് നിങ്ങളുടെ ടോട്ടൽ ഈ പറയുന്ന സ്ലാബ് വൈസ് മാച്ചിങ് ഒഴിച്ച് ബാലൻസ് വരുന്നതിനൊക്കെ ഈ പറയുന്ന ഇതിലാണെങ്കിൽ 300ഉം 500ഉം ക്യാരി ഫോർവേഡ് ആവും. ഇതിലാണെങ്കിൽ ഈ 2000ഉം ഈ 3000ഉം ക്യാരി ഫോർവേഡ് ആവും. ഇതിലാണെങ്കിൽ 10,000ഉം ഇവിടെ 15,000ഉം ക്യാരി ഫോർവേഡ് ആവും. എന്ന് വെച്ചാൽ ബോത്ത് സൈഡ് ക്യാരി ഫോർവേഡ് ആയി അടുത്ത മാസം നിങ്ങൾ RSP ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ അത് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് വരുമാനമായി വരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ ടീമിന്റെ അധ്വാനത്തിന്റെ ഒരു RSP പോലും നിങ്ങൾക്ക് മാച്ച് ചെയ്യപ്പെടാതെ ഇവിടെ വരുമാനമായി കൺവേർട്ട് ആവാതെ പോവുകയില്ല. ഇതാണ് നമ്മുടെ മാച്ചിങ് ഇൻകത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് ഇൻകം ഓഫ് പ്രോ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ പ്ലാനിൽ ഒരു മെന്റർഷിപ്പ് 6 ലെവൽ കൊടുത്തത്, അതേ ജനറേഷനെ വെച്ച് ആ ജനറേഷനിലെ 6 ലെവൽ ടീം ഈ പറയുന്ന നിങ്ങളുടെ ബൈനറി ജീനിയോളജിയിൽ എവിടെയാണോ വരുന്നത് അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാർട്ടർ ഇൻകം, എന്റർപ്രണർ ഇൻകം, കോർപ്പറേറ്റ് ഇൻകം എന്ന് വെച്ചാൽ കമ്പനി ടേൺ ഓവറിന്റെ 30%, 20%, 15%, ടോട്ടൽ 65% ബൈനറി മാച്ചിങ്ങിൽ നമ്മുടെ ടീമിലുള്ള 6 ലെവൽ ടീം ഈ വരുമാനം വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നതിന്റെ നിയർലി 6 ലെവലായിട്ട് നമ്മൾ പ്രോ ലൈഫില് ഈ പറയുന്ന റീപർച്ചേസ് ബൈനറി പ്ലാനിൽ വെക്കുന്നു. അതിന് ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ വന്ന ആളുകൾ വാങ്ങുന്ന വരുമാനത്തിന്റെ 10% ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ലെവലിൽ അവർ കൊണ്ടുവന്ന ആളുകൾ ബൈനറിൽ നമുക്ക് പലർത്തായിട്ട് കിടക്കുന്നുണ്ടാവും, അവർ വാങ്ങുന്നതിന്റെ 5%, തേർഡ് ലെവലിൽ അവർ വാങ്ങുന്നതിന്റെ 4%, ഫോർത്ത് ലെവലിൽ അവർ വാങ്ങുന്നതിന്റെ 3%, ഫിഫ്ത് ലെവലിൽ അവർ വാങ്ങുന്നതിന്റെ 2%, സിക്സ്ത് ലെവലിൽ അവർ വാങ്ങുന്നതിന്റെ 1%. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്ലാൻ സൂചിപ്പിച്ചിരുന്നു 5,70,70,000 മുകളിൽ ആളുകൾ നമ്മുടെ ജനറേഷൻ ട്രീയിലെ 6 ലെവലിലും കൂടിയിട്ടുണ്ടാകും 100% ആണെങ്കിൽ. അപ്പൊ അത്രയും ആളുകളുടെ 10, 5, 4, 3, 2 1 ലെവലില് നമുക്കിവിടെ മെന്റർഷിപ്പ് ലഭിക്കുന്നു. അതിൽ ആദ്യത്തെ ലെവൽ മെന്റർഷിപ്പിന് കണ്ടീഷൻസ് ഇല്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവൽ ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ കമ്പനിയുടെ സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിൽ എത്തണം. ഈ പറയുന്ന 2 നേടിയിരിക്കാൻ നിങ്ങൾ കമ്പനിയുടെ എമറാൾഡ് എന്ന റാങ്കിൽ എത്തണം. ഈ അവസാനത്തെ 6ാമത്തെ ലെവൽ നേടാൻ നിങ്ങൾ കമ്പനിയുടെ ഡയമണ്ട് എന്ന റാങ്കിൽ എത്തണം. എന്ന് വെച്ചാൽ 25 lakh ബിസിനസ് വോളിയം ലെഫ്റ്റിലും 25 lakh ബിസിനസ് വോളിയം റൈറ്റിലും ക്യുമുലേറ്റീവ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ നിങ്ങൾ ക്യുമുലേറ്റീവ് ആയിട്ട് എന്നാണോ ഈ റാങ്കിൽ എത്തുന്നത് അന്ന് ഈ പറയുന്ന 6 ലെവലിലേക്കും നിങ്ങൾ എലിജിബിൾ ആവുകയാണ്. ഇത് നമ്മുടെ ജനറേഷൻ പ്ലാനിനേക്കാൾ ഹ്യൂജും റെഗുലറുമായിട്ടുള്ള ഒരു വരുമാനമായി നിങ്ങൾക്ക് വരുന്ന ഫ്യൂച്ചറിൽ കാണപ്പെടും. യെസ് ടീം, പ്രോ ലൈഫിന്റെ അടുത്ത ഒരു അടിപൊളി ഇൻകം എന്ന് പറയുന്നത് റാങ്ക് ഇൻകം ആണ്. റീപർച്ചേസ് പ്ലാനിൽ പ്രോ ലൈഫിന് 6 റാങ്കുകളുണ്ട്. കമ്പനിയുടെ പ്രോ ലൈഫിന്റെ മാത്രം പ്രത്യേകത നമ്മുടെ കമ്പനി ഈ ആദ്യത്തെ റാങ്ക് മുതൽ തന്നെ വരുമാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ റാങ്കിന്റെ പേര് പ്രോ സ്റ്റാർ എന്നാണ്. ഈ ഒരു വരുമാനം നേടാൻ അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് നേടാൻ വേണ്ടി നമ്മൾ
2 ലക്ഷം റീപർച്ചേസ് വോളിയം ലെഫ്റ്റിലും 2 ലക്ഷം റീപർച്ചേസിലും റൈറ്റിലും ക്യുമുലേറ്റീവ് ആയിട്ട് എന്നാണോ എത്തുന്നത് അന്ന് നമ്മുടെ കമ്പനിയുടെ പ്രോസ്റ്റാറായി മാറി. ഈ പ്രോസ്റ്റാറിന്റെ ഇൻകം കൊടുക്കുന്നതിന് വേണ്ടി 6% കമ്പനി ടേൺ ഓവറിന്റെ, ടീമിന്റെ അല്ല കമ്പനി ടേൺ ഓവറിന്റെ 6% നമ്മൾ മാറ്റിവെക്കുന്നു. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് റാങ്ക് വാല്യൂവിന്റെ 25% ആ മാസം മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ വെറും 50,000 ബിസിനസ് വോളിയം ലെഫ്റ്റിലും 50,000 ബിസിനസ് വോളിയം റൈറ്റിലും, എന്ന് വെച്ചാൽ നിയർലി ഒരു 50 മുതൽ 100 പേരുടെ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോ സ്റ്റാർ പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ എത്ര 50,000ത്തിന്റെ ഗുണിതങ്ങളുണ്ടോ അതിനനുസരിച്ച് പോയിന്റ് കയറും. മന്ത് എൻഡ് ആവുമ്പോൾ 6% കമ്പനി ടേൺ ഓവറിന്റെ മാറ്റി വെച്ചുകൊണ്ട് അതിനെ ടോട്ടൽ പോയിന്റ്സുമായി ഡിവൈഡ് ചെയ്ത് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യും. ആ വാല്യൂ ഇൻറ്റു നിങ്ങളുടെ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ് നിങ്ങളുടെ പ്രോ സ്റ്റാർ റാങ്ക് ഇൻകം എന്ന് പറയുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി ഞങ്ങൾ ഇപ്പോൾ ഒരു 6,000 രൂപയുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ അടുത്ത ഒരു റാങ്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോ എമറാൾഡ് എന്ന റാങ്ക് ആണ്. ഈ റാങ്ക് നേടാൻ വേണ്ടി നിങ്ങൾ ക്യുമുലേറ്റീവ് ആയിട്ട് 10 ലക്ഷം RSV ആണ്, റീപർച്ചേസ് സെയിൽസ് വോളിയം ആണ് ക്യുമുലേറ്റീവ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോ 2 ലക്ഷത്തിന്റെ കൂടെ 8 ലക്ഷം കൂടി വന്നാൽ നിങ്ങൾ ഈ കമ്പനിയുടെ പ്രോ എമറാൾഡ് എന്ന റാങ്കിലെത്തും. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് 2.5% ഈ പ്രോ എമറാൾഡ് എന്ന റാങ്കുകാർക്ക് റോയൽറ്റി അല്ലെങ്കിൽ റാങ്ക് ഇൻകം കൊടുക്കാൻ വേണ്ടി പ്രോ ലൈഫ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 25% ഓഫ് ദ റാങ്ക് വാല്യൂ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ 2.5 ലക്ഷം RSV ലെഫ്റ്റിലും 2.5 ലക്ഷം RSV റൈറ്റിലും നിങ്ങൾ ആ മാസം മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾ ഈ കമ്പനിയുടെ പ്രോ എമറാൾഡ് റാങ്കിന്റെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഈ 2.5% വിത്ത് നമ്പർ ഓഫ് അച്ചീവേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഇപ്പൊ നമ്മളത് 11,000 അടുത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കയറി വരും എന്നുള്ളതാണ്. ഇവിടെ ഒരു ഉദാഹരണം പറയാനുള്ളത്, നിങ്ങൾ പ്രോ സ്റ്റാറിൽ നിന്നും പ്രോ എമറാൾഡിലേക്ക് കടക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 6% പ്രോ സ്റ്റാറിനും 2.5% പ്രോ എമറാൾഡിന് വേണ്ടി കമ്പനി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ പ്രോ എമറാൾഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോ സ്റ്റാറിന്റെ റാങ്ക് ഇൻകവും ഇതിൽ ആഡഡ് ആയിട്ട് കിട്ടുന്നു. എന്ന് വെച്ചാൽ 50,000ത്തിന് 1 പോയിന്റ് ആണ് പ്രോ സ്റ്റാർ എങ്കിൽ 2 ലക്ഷം RSV മാച്ച് ചെയ്യുമ്പോൾ അവിടെ 50,000ത്തിന്റെ 5 പോയിന്റ് ഉണ്ട്. ആ 5 പോയിന്റിന്റെ ഇപ്പൊ ഞാൻ കണക്കൂട്ടി 6,000 വെച്ചിട്ടാണെങ്കിൽ 6,000 × 5 നിയർലി 30,000 രൂപ. അതിന്റെ കൂടെ 1 പോയിന്റ് പ്രോ എമറാൾഡിന്റെ 11,000, നിയർലി 40,000ത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് ഈ 2 റാങ്കിന്റെ ഇൻകം കൂടി ലഭിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാട്ടോ. ഈ പറയുന്ന ഇന്ന് ഒരു ബ്രാൻഡിലും നിങ്ങൾ ഒരു ടോപ്പ് റാങ്ക് എത്താതെ റോയൽറ്റി റിലീസ് ചെയ്യില്ല. എന്നാൽ പ്രോ ലൈഫ് ബേസ് ലെവൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് താഴെ ഈ ഒരു ടോട്ടൽ റാങ്കിന്റെ ഇൻകം കൊടുക്കാൻ വേണ്ടി 12% നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അതില് ഈ പറയുന്ന 8% നമ്മൾ ഈ പറയുന്ന 2 റാങ്കിൽ തന്നെ ഡിവൈഡ് ചെയ്തു. ബാലൻസ് വരുന്ന ശതമാനങ്ങൾ അടുത്ത 4 റാങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ റാങ്ക് കയറുമ്പോഴും നമുക്ക് പിറകിലത്തെ റാങ്കിലെ റാങ്ക് ഇൻകം കൂടി കിട്ടുമെന്നുള്ളതാണ് പ്രോ ലൈഫിന്റെ പ്ലാനിന്റെ പ്രത്യേകത. നമ്മുടെ റീപർച്ചേസിലെ ആ 3 വരുമാനം അത് 50,000 RSV മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടർ ഇൻകത്തിന്റെയും എന്റർപ്രണർ ഇൻകത്തിന്റെയും കോർപ്പറേറ്റ് ഇൻകത്തിന്റെയും കൂടി ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഓൺ ആൻഡ് ആവറേജ് 15,000 രൂപയാണ് ഒരു ടീം. നിങ്ങൾക്ക് അതിന്റെ മാത്രം ഒരു 50,000 BVയുടെ വരുമാനമായിട്ട് വരുന്നത്. സോ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് ഫസ്റ്റ് ജനറേഷൻ പ്ലാനിലും പിന്നീട് നടക്കുന്ന റീപർച്ചേസ് പ്ലാനിലും നിങ്ങൾക്ക് അർഹമായ വരുമാനം തന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു 100% ആപ്റ്റ് പ്ലാറ്റ്ഫോം ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്ലാൻ പ്രസന്റ് നിർത്തുന്നു. താങ്ക് യു ടീം. ജയ് ഹിന്ദ്, ജയ് പ്രോ ലൈഫ്.